നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2025 ഓഗസ്റ്റ് മാസം 16-ാം തീയതി 1200-ാം ആണ്ട് കർക്കിടക മാസം 31-ാം തീയതി, അതായത് ഈ വർഷം മലയാള വർഷം അവസാനിക്കുകയാണ്. കർക്കിടക മാസം 31-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം ശരിക്കും പറഞ്ഞാൽ ഇന്ന് അത്ര കണ്ട് ശുഭപ്രദമായ ദിവസമല്ല. ആണ്ട് അറുതിയാണ്, ഒരു വർഷം അവസാനിക്കുകയാണ്. മാത്രമല്ല ഇന്നൊരു ശുഭദിനമല്ല, ശനിയാഴ്ച. കാർത്തിക നക്ഷത്രം ശുഭനക്ഷത്രമല്ല. അതുകൊണ്ട് പൊതുവേ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. ശുഭകാര്യങ്ങളാകിലും ഇന്നത്തെ ദിവസം ചെയ്യാതിരിക്കുക. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരെന്ന് പറയും, കർക്കിടക മാസത്തിലെ കാർത്തിക നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, നമുക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നല്ല ഒരു ദിവസമല്ല നിങ്ങൾക്കെന്നറിയുക. പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടാവും. ശാരീരിക ബുദ്ധിമുട്ട്, രോഗാതി ദുരിതങ്ങൾ, ധനനഷ്ടം, എല്ലാ കാര്യങ്ങൾക്കും മന്ദത, ശത്രുക്കളുടെ എണ്ണം കൂടും. ഇത്തരമുള്ള ദുർനിമിത്തങ്ങൾക്ക് ഇടവരുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തന്നിരിക്കുന്നത്. നമുക്കൊരു ദിവസമൊക്കെ പ്രശ്നമില്ല, പക്ഷെ ഒരു വർഷം ചീത്ത സമയം എന്ന് പറയുമ്പോൾ അത് കുറച്ച് കഠിനമാണ്. അപ്പോൾ അതിനെ നമുക്ക് അതിജീവിച്ച് കൊണ്ടുപോയേ തീരുള്ളൂ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ശനിയെ പ്രീതിപ്പെടുത്തണം. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, അതേപോലെ സൂര്യഭഗവാനെ തൊഴണം, ശനീശ്വര യന്ത്രം ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 9:24 രാഹുകാലം ആരംഭിക്കും. 10:56 വരെ രാഹുകാലം ഉണ്ട് താനും. അപ്പോൾ ഈ സമയം ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. അതുപോലെ ഒരു കാര്യത്തിന് എടുക്കാൻ പറ്റാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഇന്ന് ഗുളികകാല സമയം വരുന്നത് രാവിലെയാണ്. രാവിലെ 6:19 തൊട്ട് ഗുളികകാല സമയം ആരംഭിക്കും. 7:51 കൂടി ഗുളികകാല സമയം തീരും. യമകണ്ഠകാല സമയം ഉച്ചയ്ക്കാണ്. 2:01 തൊട്ട് 3:32 വരെ യമകണ്ഠകാല സമയം. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കാം. അഭിജിത്ത് മുഹൂർത്തം 12 മണി, ശരിക്ക് 12:05 തൊട്ട് ആരംഭിക്കുകയാണ്. 12:05 തൊട്ട് 12:53 വരെ 48 മിനിറ്റ് നേരം. ഇതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. നീലയോ കറുപ്പോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ശനിയുടെ നെഗറ്റീവ് കുറയാനും ഭാഗ്യദായകമായി തീരാനും സഹായിക്കും. എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.